നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പൊ ഡിഗ്രി ലെവലുകാര് പഠിക്കേണ്ടതായിട്ടുള്ള കേരള ചരിത്രം, ശ്രീധരമേനോൻ സാറിന്റെ കേരള ചരിത്രത്തിന്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ 1571 സാമൂതിരി ചാലിയം കോട്ട പിടിക്കുന്നു. ഈ ഒരു സെക്ഷൻ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യത്തെ രണ്ട് സെക്ഷൻസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം പഠിക്കുക. ഈ ഒരു സെക്ഷനിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യൻസിന്റെ വരവ് അഥവാ പോർച്ചുഗീസുകാരുടെ വരവ്, അവരുടെ അധപതനം എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. 1540 സന്ധി അസ്വാസ്ഥ്യം നിറഞ്ഞ ഒരു താൽക്കാലിക യുദ്ധവിരാമം മാത്രമായിരുന്നു. നമ്മൾ മുകളിൽ പറഞ്ഞു 1540 ഒരു സന്ധി ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ആ സന്ധി എന്ന് പറയുന്നത് എന്താണ്? ഒരു താൽക്കാലികമായിട്ട് യുദ്ധം നിർത്തി വെക്കുന്ന തരത്തിലുള്ള മാത്രം ഒരു സന്ധിയായിരുന്നു. കൊച്ചി രാജാവും വടക്കംകൂർ രാജാവും തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ പോർച്ചുഗീസുകാർ ഇടപെട്ടതിനെ തുടർന്ന് 1550 യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു. 1540 സന്ധി പ്രകാരം യുദ്ധം ഒന്ന് നിർത്തിവെച്ചേക്കുമായിരുന്നു. എന്നാൽ കൊച്ചി രാജാവും വടക്കംകൂർ രാജാവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അതിൽ പോർച്ചുഗീസുകാർ ഇടപെടുകയും ഇതിനെ തുടർന്ന് 1550 10 വർഷത്തിന് ശേഷം വീണ്ടും യുദ്ധം തുടങ്ങി. വടുതല യുദ്ധത്തിൽ വടക്കംകൂർ രാജാവ് വധിക്കപ്പെടും. അപ്പൊ ആ യുദ്ധം എന്താ? വടുതല യുദ്ധം. അതില് ഈ വടക്കംകൂർ രാജാവ് വധിക്കപ്പെട്ടു. സുഹൃത്തിന്റെ മരണത്തിൽ പകവീട്ടാനായിട്ട് സാമൂതിരി കൊച്ചി ആക്രമിച്ചു. കൊച്ചിയുടെ ഭാഗത്തായിരുന്ന പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ തീര നഗരങ്ങള് വിശേഷിച്ചും പന്തലായനിക്കൊല്ലം, പീരങ്കികൾക്ക് ഇരയാക്കി. അപ്പൊ ഇവിടെ നമ്മൾ വിട്ടുപോകാത്ത കുറെ പോയിന്റ്സ് ഉണ്ട്. അത് എടുത്തു പറയേണ്ടത് ഞാൻ പറഞ്ഞു 1540 സന്ധി ഓർത്തു വെച്ചേക്കണം. അതിനുശേഷം 1550 ഈ പോർച്ചുഗീസുകാരും സാമൂതിരിയും ഒക്കെ തമ്മിൽ യുദ്ധം പിന്നെയും ഉണ്ടായി. അതിനുശേഷം ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഒരു പോർച്ചുഗീസുകാര് കൊച്ചിയുടെ ഭാഗത്തായിരുന്നു. അതിന് പകരമായിട്ട് സാമൂതിരിയുടെ തീരനഗരങ്ങളെ വിശേഷിച്ചും പന്തലായനിക്കൊല്ലം, പീരങ്കികൾക്ക് ഇരയാക്കി. അറബി കച്ചവടക്കാർ പോർച്ചുഗീസുകാരുടെ കപ്പൽ ചീട്ടുകൾ വാങ്ങിച്ചു കൊള്ളാമെന്ന വ്യവസ്ഥയിൽ 1555 ശത്രുത അവസാനിപ്പിച്ചു. അറബി കച്ചവടക്കാര് പോർച്ചുഗീസുകാരുടെ കപ്പൽ ചീട്ടുകൾ വാങ്ങിക്കൊള്ളാമെന്ന വ്യവസ്ഥയിൽ 1555 ശത്രുത പിന്നെ അവസാനിപ്പിച്ചു. 1564 സാമൂതിരിയുടെ സഹായത്തോടു കൂടി കോലത്തിരിയുടെ പടയാളികള് കണ്ണൂർ കോട്ട ആക്രമിക്കുകയും തുറമുഖത്തുണ്ടായിരുന്ന പോർച്ചുഗീസ് കപ്പൽ നശിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇത് ഓർത്തു വെച്ചേക്ക. 1564 സാമൂതിരിയുടെ സഹായത്തോടു കൂടി കോലത്തിരിയുടെ പടയാളികൾ കണ്ണൂർ കോട്ട ആക്രമിക്കുകയും അവിടെ തുറമുഖത്തുണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ കപ്പൽ നശിപ്പിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ ബന്ധുവായ വിജയനഗര രാജാവിന് 1565 തളിക്കോട്ട യുദ്ധത്തിലുണ്ടായ പരാജയം പോർച്ചുഗീസുകാർക്കെതിരായി വമ്പിച്ച തോതിൽ പടനീക്കങ്ങൾ ആരംഭിക്കാൻ സാമൂതിരിക്ക് ധൈര്യം നൽകി. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു യുദ്ധമാണ് ഈ തളിക്കോട്ട യുദ്ധം. നമ്മുടെ PSC ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ എക്സാംസിനും ഈ ഒരു വർഷം ചോദിക്കുന്നുണ്ട്. 1565 തളിക്കോട്ട യുദ്ധം. അവിടെ വിജയനഗര രാജാവിന് ഉള്ള പരാജയം പോർച്ചുഗീസുകാർക്കെതിരായിട്ട് വമ്പിച്ച തോതിൽ പടനീക്കങ്ങൾ ആരംഭിക്കാൻ സാമൂതിരിക്ക് ധൈര്യം നൽകി. അദ്ദേഹം 1570 ബീജാപൂരിലെ അദിൽ ഖാനുമായും അഹമ്മദ് നഗറിലെ നൈസാം ഷായുമായും പോർച്ചുഗീസുകാർക്കെതിരായിട്ട് സഖ്യം സ്ഥാപിച്ചു. ബീജാപൂരിലെ രാജാക്കന്മാരൊക്കെ ആയിട്ട് 1570 സാമൂതിരി സഖ്യം കൂടി. ആർക്കെതിരെ? പോർച്ചുഗീസുകാർക്കെതിരെ. 1571 സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട വളഞ്ഞു. പോർച്ചുഗീസുകാർ കോട്ട വിട്ടു നൽകാൻ നിർബന്ധിതരായി. ഒരു കല്ലിനുമേൽ മറ്റൊരു കല്ലില്ലാത്ത വിധം കോട്ട നിശേഷം നശിപ്പിക്കപ്പെട്ടു. ഈ ആക്രമണത്തില് പരപ്പനാട്ടു രാജാവ് നൽകിയ സഹായത്തിന് പ്രതിഫലമായി സാമൂതിരി ചാലിയം അദ്ദേഹത്തിന് നൽകി. അപ്പം ഇതും ഇമ്പോർട്ടന്റ് ആണ്. 1571 സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട വളഞ്ഞു. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1571 പോർച്ചുഗീസുകാർ കോട്ട വിട്ടുപോകാൻ നിർബന്ധിതരായി. അതായത് ചാലിയം കോട്ട നശിപ്പിക്കപ്പെട്ടു. ഇതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഇതിന് ശേഷം പരപ്പനാട്ട് രാജാവ് ഇവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു, സാമൂതിരിയെ. അതിന് പ്രതിഫലമായിട്ട് ചാലിയം ആർക്ക് കൊടുത്തു? സാമൂതിരി പരപ്പനാട്ട് രാജാവിന് കൊടുത്തു. ചാലിയം കോട്ടയുടെ പതനം കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ നാശത്തിന്റെ ആരംഭമായിരുന്നു. ഇപ്പൊ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷൻ ആണ് ഇതെല്ലാം. ചാലിയം കോട്ടയുടെ പതനം, 1571 ചാലിയം കോട്ടയുടെ പതനം കേരളത്തില് പോർച്ചുഗീസുകാരുടെ നാശത്തിന്റെ ആരംഭമായിരുന്നു. അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടിരുന്നിട്ടും തീരപ്രദേശങ്ങൾ നിറയൊഴിച്ച് തകർക്കുകയും സാമൂതിരിയുടെ പ്രജകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതിൽ നിന്നും അവർ പിന്മാറിയോ? ഇല്ല.
പൊന്നാനിയിൽ ഒരു കോട്ട കെട്ടാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പോർച്ചുഗീസുകാർ 1578 സാമൂതിരിയെ സമീപിച്ചു. അദ്ദേഹം അനുവാദം നൽകാൻ കൂട്ടാക്കിയില്ല. അവർ വിട്ടുമാറാതെ ശ്രമിച്ചതിന്റെ ഫലമായി പൊന്നാനിയിൽ ഒരു വ്യവസായശാല സ്ഥാപിക്കാൻ 1584 സാമൂതിരിയിൽ നിന്നും സമ്മതം നേടി. സാമൂതിരിയുടെ അനുവാദത്തോടു കൂടി 1588 അവർ വീണ്ടും കോഴിക്കോട് താവളമാക്കി. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു ഇപ്പൊ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ നല്ല ബഹളം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്താണ് 1578 പൊന്നാനിയിൽ ഞങ്ങൾക്ക് ഒരു കോട്ട കൂടി കെട്ടാൻ അപേക്ഷിച്ചുകൊണ്ട് പോർച്ചുഗീസുകാർ പിന്നെ അദ്ദേഹത്തെ സമീപിച്ചു. അങ്ങനെ അവരുടെ ഒരു അപേക്ഷ ലാസ്റ്റ് ഫലം കാണുകയും 84 കൂടി ഈ വ്യവസായശാലയ്ക്ക് പൊന്നാനിയിൽ സ്റ്റാർട്ട് ചെയ്തോ എന്നുള്ള സമ്മതം കിട്ടുകയും 1588 അവർ കോഴിക്കോട്ട് ഒരു താവളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. 1591 കോഴിക്കോട്ട് ഒരു പള്ളി പണിയാനായിട്ട് സ്ഥലവും നിർമ്മാണ സാമഗ്രികളും സാമൂതിരി പോർച്ചുഗീസുകാർക്ക് സംഭാവനയായിട്ട് നൽകി. അദ്ദേഹം തന്നെ പള്ളിക്ക് കല്ലുമിട്ടു. ഈ പുതിയ മൈത്രിയെ പ്രോത്സാഹിപ്പിച്ചത് സാമൂതിരിയും കുഞ്ഞാലിമാരും തമ്മിൽ അനുക്രമം വളർന്നു വന്ന വൈരമായിരുന്നു. നമ്മൾ സിനിമയിലൊക്കെ കണ്ട കാര്യം തന്നെയാണ്. കുഞ്ഞാലിമരക്കാരും സാമൂതിരിയും തമ്മിൽ തെറ്റി. ആ തെറ്റിയ സമയത്ത് പോർച്ചുഗീസുകാരോട് സാമൂതിരിക്ക് എന്തുണ്ടായിരുന്നു? ഒരു സോഫ്റ്റ് കോർണർ ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കോഴിക്കോട്ട് പള്ളി പണിയുന്നതും വ്യവസായശാലയ്ക്കുള്ള അനുവാദം കൊടുക്കുന്നതും ഒക്കെ ആണല്ലോ. അടുത്തത് എന്താണ് ഈ സാമൂതിരിക്ക് കുഞ്ഞാലിമാരോടുണ്ടായ ശത്രുത? നോക്കുക, ചാലിയത്തിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കിയതിനു ശേഷം കുഞ്ഞാലിമാർ പരമാവധി ശക്തന്മാരായി. മരക്കാർ കുടുംബത്തിലെ പ്രധാനിയായി തീർന്ന കുഞ്ഞാലി മൂന്നാമൻ സാമൂതിരിയുടെ അനുവാദത്തോടു കൂടി കോട്ടക്കൽ ഒരു കോട്ട കെട്ടി. എവിടെ? കോട്ടക്കല്, അതായത് മരക്കാർ കോട്ട എന്നറിയപ്പെടുന്ന ഒരു കോട്ട പുതുപ്പട്ടണത്തിൽ കെട്ടി. അദ്ദേഹത്തിന് സാമൂതിരിയുടെ ഒരു നായർ സേനാനായകനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പൊന്നാനിയിൽ വ്യാപാരശാല സ്ഥാപിക്കാൻ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് അനുവാദം കൊടുത്തത് കുഞ്ഞാലിമാർക്ക് അഗാധമായ അഭിമാനക്ഷതത്തിനും കുണ്ഠിതത്തിനും ഒക്കെ ഇടയാക്കി. 1586-89 സുപ്രധാനമായ 2 നാവിക യുദ്ധങ്ങൾ കുഞ്ഞാലിമാർ പോർച്ചുഗീസുകാരെ ദയനീയമായി പരാജയപ്പെടുത്തിയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു 1588 84 അനുവാദം കൊടുത്തു, 88 ഇവര് വ്യവസായശാല സ്ഥാപിച്ചത്. ആ 1586 89 സുപ്രധാനമായ 2 നാവിക യുദ്ധങ്ങളിൽ കുഞ്ഞാലിമാർ പോർച്ചുഗീസുകാരെ ദയനീയമായി പരാജയപ്പെടുത്തിയിരുന്നു. 1591 പോർച്ചുഗീസുകാർ ഒരു കത്തോലിക്ക പുരോഹിതന്റെ മധ്യസ്ഥതയിൽ കുഞ്ഞാലിമാരുമായുണ്ടായ ശത്രുത പറഞ്ഞൊതുക്കി. കേട്ടോ? അപ്പം കൃത്യമായിട്ട് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇത് വായിച്ചു പോകുന്നതിനപ്പുറത്തോട്ട് ഈ സ്ട്രെസ് ചെയ്ത് പറയുന്ന പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. 1595 കുഞ്ഞാലി നാലാമൻ കുഞ്ഞാലി മരയ്ക്കന്മാരുടെ തലവനായിട്ട് മാറി. 1595. അപ്പൊ ഈ സമയം വരെ കുഞ്ഞാലി തേർഡാണ്, ഇപ്പൊ നാലാമനായി. 595 അദ്ദേഹം കോട്ടയ്ക്കൽ കോട്ട ബലപ്പെടുത്തുകയും, കോട്ടയ്ക്കൽ കോട്ട മീൻസ് 500 കാലഘട്ടത്തില് ഈ ഒരു പോർച്ചുഗീസുകാർ ചാലിയത്ത് നിന്നൊക്കെ ജയിച്ചതിന് ശേഷം പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരി ചാലിയം കോട്ടയൊക്കെ പിടിച്ചടക്കിയതിനു ശേഷം ഇവര് കോട്ടയ്ക്കൽ ഒരു കോട്ട കെട്ടി എന്ന് പറഞ്ഞില്ലേ, അതിന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. 1595 ഈ ഒരു നാലാമത്തെ കുഞ്ഞാലി മരക്കാറ് വന്നപ്പം ഈ കോട്ടയ്ക്കൽ കോട്ട ബലപ്പെടുത്തുകയും മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നിങ്ങനെയുള്ള ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ചുകൊണ്ട് തന്റെ രക്ഷിതാവായ സാമൂതിരിയെ പരസ്യമായി ധിക്കരിക്കുകയും ചെയ്തു. ആരാ? കുഞ്ഞാലി നാലാമൻ. ഓക്കെ, അപ്പം കൃത്യമായി പഠിച്ചു വെച്ചേക്കാം. മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ, ഇതൊക്കെ സ്വന്തമായിട്ട് വിശേഷിപ്പിച്ചതാണ്. കുഞ്ഞാലി സാമൂതിരിയുടെ ഒരു ആനയുടെ വാൽ അരിഞ്ഞു വിട്ടതും കാരണമറിയാൻ ചെന്ന ഒരു നായപ്രഭുവിനോട് ഹീനമായി പെരുമാറിയതും സാമൂതിരിയെ കോപാകുലനാക്കുന്നു. കുഞ്ഞാലിമാരുടെ ശക്തി തകർക്കാൻ അദ്ദേഹം പോർച്ചുഗീസുകാരുമായി ഒരു കരാറുണ്ടാക്കി. 1598 പോർച്ചുഗീസുകാരും സാമൂതിരിയും ഒത്തുചേർന്ന മരക്കാർ കോട്ട ആക്രമിച്ചു. കൃത്യമായി പഠിച്ചേക്കുക, 1598 സാമൂതിരിയും പോർച്ചുഗീസുകാരും ചേർന്നിട്ട് മരക്കാർ കോട്ട ആക്രമിച്ചു, പരാജയപ്പെട്ടു. സഖ്യകക്ഷികൾക്ക് വമ്പിച്ച നഷ്ടമുണ്ടാക്കി. കടൽപ്പടയും കരപ്പടയും തമ്മിൽ ധാരണയില്ലാതെ പോയതാണ് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനിമേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പോർച്ചുഗീസുകാർ നാവിക സൈന്യത്തിന്റെയും സാമൂതിരി കാലാൾപ്പടയുടെയും കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് അവർ തമ്മിൽ ധാരണയുണ്ടാക്കി. അപ്പൊ ഈ ഒരു കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കേണ്ട ഡേറ്റ്സ് ഞാനൊന്ന് പറയാം. നമ്മൾ പറഞ്ഞു ചാലിയം കോട്ട കെട്ടിയതിനു ശേഷം ചാലിയം കോട്ട നശിപ്പിച്ചതിന് ശേഷം കുഞ്ഞാലിമാര് ശക്തന്മാരായി മാറി. ആ സമയത്താണ് ഇവര് കുഞ്ഞാലി ആ ഒരു ഫാമിലി ഒരു കോട്ടയ്ക്കൽ ഒരു മരക്കാർ കോട്ട എന്ന് പറയുന്ന ഒരു കോട്ട കെട്ടുന്നത്. ഇതൊക്കെ കുഞ്ഞാലി തേർഡിന്റെ കാലഘട്ടത്തിലാണ്, മൂന്നാമന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒന്ന് അടുത്തില്ലേ, അടുത്ത സമയത്ത് ഈ കുഞ്ഞാലിമാർക്ക്
അഭിമാനക്ഷതം ഉണ്ടാവുകയും സാമൂതിരിയുമായിട്ട് തെറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെ 1586-ലും 89-ലും 2 നാവിക യുദ്ധങ്ങളിൽ കുഞ്ഞാലിമാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. മീൻസ് എന്താണ്? കടലിൽ വെച്ച് നടന്ന യുദ്ധത്തില് 1591-ല് പോർച്ചുഗീസുകാർ ഈ കത്തോലിക്ക പുരോഹിതന്റെ മധ്യസ്ഥതയിൽ ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തു, കുഞ്ഞാലിമാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ 1595-ല് 4th കുഞ്ഞാലി, അതായത് 4ാമത്തെ കുഞ്ഞാലി, അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരെന്താ? മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ. ഇദ്ദേഹമാണ് കോട്ടയ്ക്കൽ കോട്ട ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്നത്. ഓക്കെ, അതിനുശേഷം കുഞ്ഞാലി ഈ 4th എന്ന് പറയുന്നത് നമ്മുടെ ഈ സാമൂതിരിയെ പരസ്യമായിട്ട് എതിർക്കുകയും ചെയ്യുന്നു, അല്ലെ? പരസ്യമായിട്ട് എതിർത്തതിന് ശേഷം ഇപ്പൊ സാമൂതിരിക്ക് കുഞ്ഞാലി മരക്കാർ ഫാമിലിയോട് ഒരു ദേഷ്യമാണ്. അങ്ങനെ 1598-ല് പോർച്ചുഗീസുകാരും സാമൂതിരിയും എല്ലാം ചേർന്നിട്ട് ഈ ഒരു മരക്കാർ കോട്ട ആക്രമിച്ചു, തോറ്റുപോയി. ഓക്കെ ആണല്ലോ. അപ്പം അതിനുശേഷം എന്ത് പറയുന്നു? ഇനിമേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പോർച്ചുഗീസുകാർ നാവിക സൈന്യത്തിന്റെയും സാമൂതിരി കാലാൾപ്പടയുടെയും കാര്യങ്ങൾ നോക്കിയാൽ മതി. മീൻസ് എന്താ? പോർച്ചുഗീസുകാർ ഇനി തൊട്ട് കടലിലുള്ള കാര്യങ്ങൾ മാത്രം, സൈന്യത്തിന്റെ കാര്യം. സാമൂതിരി എവിടാ? ഈ കരയിലുള്ള കാലാൾപ്പടയുടെ കാര്യങ്ങൾ മാത്രം നോക്കാം. ഇങ്ങനെയുള്ള ഒരു ധാരണയിലേക്ക് എത്തി. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കുക, കുഞ്ഞാലിയുടെ അന്ത്യമാണ്. ഈ കുഞ്ഞാലി മരക്കാർ ഫാമിലിയുടെ അന്ത്യം 1600 ഇപ്പൊ 98 വരെ നമ്മൾ പറഞ്ഞു. അപ്പൊ 1600 ആയപ്പോഴത്തേക്കും 6000 പടയാളികളുമായിട്ട് സാമൂതിരി കുഞ്ഞാലിയുടെ കോട്ട ആക്രമിച്ചു. 1600-ലാണ് ഏകദേശം 6000 പടയാളികളോട് ചേർന്നിട്ട് സാമൂതിരി കുഞ്ഞാലിയുടെ കോട്ട ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ ആന്ദ്രേ ഫുൾട്ടാഡോവിന്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് നാവിക സൈന്യം സാമൂതിരിക്ക് വിദഗ്ധമായി പിന്തുണ നൽകി. കുഞ്ഞാലിക്ക് തന്റെ നില തികച്ചും നിസ്സഹായമാണെന്ന് ബോധ്യമാവുന്നു. മാപ്പ് നൽകാമെന്ന സാമൂതിരിയുടെ വിശുദ്ധമായ വാഗ്ദാനം വിശ്വസിച്ച അദ്ദേഹം തന്റെ പണ്ടത്തെ സംരക്ഷകന് കീഴടങ്ങി. എന്നാൽ സാമൂതിരി പ്രതിജ്ഞ പാലിക്കുന്നതിന് പകരം തന്റെ ആ പഴയ നാവിക സേനാ നായകനെ പോർച്ചുഗീസുകാർക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അവർ കുഞ്ഞാലി നാലാമനെയും അദ്ദേഹത്തിന്റെ ആളുകളെയും ഗോവയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വധിക്കുകയും പോർച്ചുഗീസുകാർ അദ്ദേഹത്തിന്റെ ശരീരം കൊത്തിനുറുക്കി ബാർഡസിലെയും പഞ്ചിമിലെയും കടപ്പുറത്ത് പ്രദർശിപ്പിക്കുകയുണ്ടായി. കുഞ്ഞാലിയുടെ തല ഉപ്പിലിട്ട് കണ്ണൂര് കൊണ്ടുവന്നു. സ്ഥലവാസികളായ മുസ്ലിങ്ങൾക്ക് ഒരു താക്കീത് എന്ന വണ്ണം ഇത് കോലിൽ നാട്ടി നിർത്തുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടു. കേരള ചരിത്രത്തിലെ വികാരഭരിതമായ ദുരന്ത കഥകളിൽ ഒന്നാണ് കുഞ്ഞാലിമാരുടെ പര്യവസാനം. ഒരിക്കൽ അവരുടെ സംരക്ഷകനും തമ്പുരാനുമായിരുന്ന സാമൂതിരിയുടെ നീചമായ വഞ്ചന ആ കഥയെ കൂടുതൽ ദുരന്തമാക്കുന്നു. ഒരു കാലത്ത് പോർച്ചുഗീസുകാരുടെ നിഷ്ഠൂര ശാസനത്തിനെതിരായി സാമൂതിരി നടത്തിയ യുദ്ധങ്ങളിൽ അദ്ദേഹത്തിന്റെ സമസ്ത ശക്തി പ്രഭാവങ്ങൾക്കും മുഖ്യാവലംബമായിരുന്ന കുഞ്ഞാലിമാരെ അദ്ദേഹം തന്റെ ആജന്മ ശത്രുക്കളായിരുന്ന പോർച്ചുഗീസുകാരുമായി ചെയ്ത അവിശുദ്ധവും അവസരവാദപരവുമായ സഖ്യം കൊണ്ട് നിശേഷം തകർത്തു കളഞ്ഞത് ചരിത്രത്തിലെ ക്രൂരമായ ഒരു വിരോധ ആഭാസമാണ്. രാജ്യസ്നേഹപരമല്ലാത്ത ഈ പ്രവൃത്തി തീർച്ചയായും സാമൂതിരിയെ സദ്യശസിന്റെ കിരീടമണിയിക്കുന്നില്ല. അദ്ദേഹം തന്റെ വിജയമുഹൂർത്തത്തിൽ കുഞ്ഞാലിയോട് കാട്ടിയ കടുങ്കൈ സാമൂതിരി വംശത്തിന്റെ ധർമ്മ പതാകയിൽ മായാതെ പതിഞ്ഞു കിടക്കുന്ന കറുത്ത പാടാണ്. ഇതെല്ലാം ആരുടെ അഭിപ്രായത്തിലാണ്? ശ്രീധരമേനോൻ സാറ് പറയുകയാണ്. കുഞ്ഞാലി മരക്കാന്മാരുടെ ദേശാഭിമാനോജ്വലമായ പൗരുഷ പരാക്രമങ്ങൾ ഇന്നും കേരളീയ ജനതയുടെ ധീരസ്മരണകളായി നിലനിൽക്കുന്നു. ഈ വീരസേനാനികളുടെ ജീവചരിത്രം കേരളത്തിനാകമാനം കീർത്തിയും അഭിമാനവും പ്രദാനം ചെയ്യുന്നു എന്ന കാര്യത്തിൽ ഏതും സംശയമില്ല. എന്തെന്നാൽ പോർച്ചുഗീസുകാരുടെ നാവിക ദുഷ്പ്രഭുത്വത്തിനെതിരെ അവർ നേടിയ വിജയങ്ങൾ കേരള ചരിത്രത്തിന്റെ മഹത്തായ അധ്യായമാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് കുഞ്ഞാലിമാര് ചാലിയൻകോട്ട പിടിച്ചെടുത്ത കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ അധപ്പതനമാണ്. അപ്പൊ ഇവിടെ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. ഈ പോർച്ചുഗീസുകാരുടെ അധപ്പതനം അല്ലെങ്കിൽ അവരുടെ മതപരമായ കാര്യങ്ങള് പ്രീവിയസ് ചോദ്യമാണ്. അതുകൊണ്ട് അത് രണ്ടും നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. അപ്പൊ ഇന്ന് ഇത്രയും ക്ലാസ്സിനകത്ത് പറഞ്ഞ പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.